ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് പെട്ടെന്ന് നമുക്ക് എങ്ങനെ റെഡ് വെൽവെറ്റ് കപ്പ് കേക്ക് റെഡിയാക്കി എടുക്കാനുള്ളതാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ വെച്ചിട്ടുണ്ട്. അതിലേക്ക് അരിപ്പ വെച്ചു. എന്നിട്ട് അതിലേക്ക് 1/2 കപ്പ് മൈദ, ഒരു കപ്പിൽ ഞാനൊരു 1/2 കപ്പ് എടുത്തതാണ്. അപ്പോൾ 1/2 കപ്പ് മൈദ ഇതിലേക്ക് ഇടാം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൗഡർ, അതിലേക്ക് 1/2 ടീസ്പൂൺ കൊക്കോ പൗഡർ, അതിലേക്ക് തന്നെ നമുക്ക് ആവശ്യമുള്ള 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, വീണ്ടും അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒക്കെ 1/2 ടീസ്പൂണാണ്, കാരണം 1/2 കപ്പേ മൈദയുള്ളൂ. ഓക്കെ, ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തരിച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഇത് മാറ്റി വെക്കാം. ഓക്കെ, ഇനി അടുത്തതായി ഇവിടെ 1/4 കപ്പ് മിൽമയുടെ തൈര് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് തണുത്തിട്ട് റൂം ടെമ്പറേച്ചറിലായിട്ടുള്ള തൈരാണ്. അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ വിനാഗിരി ഒഴിക്കുന്നുണ്ട്, നമ്മുടെ സുർക്ക. ഇനി ഇതിലേക്ക് തന്നെ 1/2 ടീസ്പൂൺ നമ്മൾ റെഡ് വെൽവെറ്റിൻ്റെ കളറും ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ റെഡ് വെൽവെറ്റിൻ്റെ കളർ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി കളറിൻ്റെ നിങ്ങൾക്ക് കളർ കുറവാണെന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്യാം. ഓക്കെ, എൻ്റെ റെഡ് വെൽവെറ്റിൻ്റെ കളർ നല്ല കളറാണ്, അപ്പോൾ ഞാൻ അതുകൊണ്ട് 1/2 ടീസ്പൂൺ റെഡ് വെൽവെറ്റിൻ്റെ കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഏത് ലിക്വിഡ് കളർ നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് 2 വലിയ മുട്ട എടുത്തിട്ടുണ്ട്. നമ്മൾ റെഡ് വെൽവെറ്റിൻ്റെ കപ്പ് കേക്കിന് വേണ്ടിയിട്ട് 2 വലിയ മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കാം. ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ്. ഇനി എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ബീറ്റ് ചെയ്യാം, ഈ വാനില എസൻസ് മുട്ടയും കൂടെ. ഓക്കെ, ഇനി അതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് ഷുഗർ പൗഡർ, ഐഷൻ ഷുഗർ നമ്മൾ പൊടിച്ച് വെച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ള ഷുഗർ പൗഡർ 1/2 കപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ മുട്ട ഇവിടെ അടിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കളർ മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ തൈര്, ഓയിൽ, അതുപോലെ തന്നെ വിനാഗിരി, ഈ 3 മിക്സ് നമ്മൾ റെഡിയാക്കി വെച്ചല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, കൂടെ തന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഓക്കെ, 1 ടേബിൾ സ്പൂൺ ഓയിൽ. ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ കളർ ഇതിൻ്റെ മിക്സ് ഒന്ന് മിക്സ് ആയാൽ മതി, അത്രക്കൊന്ന് മിക്സ് ചെയ്താൽ മതി, ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് ഇനി ബീറ്ററിൻ്റെ ആവശ്യമില്ല, ബീറ്റർ മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് ഓക്കെ, ഇപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് മുട്ടയുടെ മിക്സ് റെഡിയാണ്. പിന്നെ നമ്മൾ ഓർഡർ ഫസ്റ്റ് സ്റ്റെപ്പിൽ റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ ഫ്ലോർ മിക്സും റെഡിയാണ്. ഓക്കെ, ഇനി ഈ ടൈമിൽ നമുക്ക് ഓവനും പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫ്ലോർ ഒരു 2-3 തവണ ആയിട്ട് ഇട്ടിട്ട് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട എല്ലാവർക്കും സ്റ്റെപ്പുകളൊക്കെ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് വിചാരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡിൽ പോകുന്നത്. ഓക്കെ, നമ്മൾ റെഡ് വെൽവെറ്റ് ലൈറ്റ് പിങ്ക് കളറാണ്. ബേക്ക് ചെയ്ത് വരുമ്പോൾ നല്ല ഡാർക്ക് കളർ ഉണ്ടാവും. നിങ്ങളുടെ അടുത്തുള്ള കളറിൻ്റെ അതിനനുസരിച്ച് നിങ്ങൾക്കത് എന്താണ് കളർ ആഡ് ചെയ്യുന്നത്. ഞാൻ അവിടെ 1/2 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടം പോലെ വേണമെങ്കിൽ 1 ടീസ്പൂണൊക്കെ ആഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു 3 തവണ ഒക്കെ ആയിട്ട് നിങ്ങൾ ഇട്ട് കൊടുക്കും. ഞാൻ 2 തവണ ആയിട്ട് ഇട്ടിട്ട് ചെയ്യാണ്. ഓക്കെ, യെസ്, ഇത് നന്നായിട്ട് നമുക്ക് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഫോൾഡ് ചെയ്തെടുക്കാം. യെസ്, അപ്പോൾ നമ്മൾ റെഡ് വെൽവെറ്റിൻ്റെ ബാറ്ററിലൂടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്യണം. നിങ്ങൾക്കിപ്പോൾ ഒഴിച്ച ഓയിലിന് പകരം നല്ല മെൽറ്റഡ് ബട്ടർ ഒഴിക്കാം കേട്ടോ, അപ്പോൾ നല്ല ഫ്ലേവർ മുന്നോട്ടുണ്ടാവും. ബട്ടറാണ് എപ്പോഴും ബെറ്റർ. ഫസ്റ്റ് ക്വാളിറ്റിയിലൊക്കെ നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബട്ടറിനെ യൂസ് ചെയ്യാം. യെസ്, അപ്പോൾ നമ്മൾ റെഡ് വെൽവെറ്റിൻ്റെ ബാറ്ററിലൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യാം, നമ്മൾ കപ്പ് കേക്കിൻ്റെ മോൾഡിലേക്ക് ഒഴിക്കാം. യെസ്, അതുപോലെ ഗ്ലാസ് വെച്ചിട്ട് ഗ്ലാസ്സിലേക്ക് നമ്മൾ ഡിസ്പോസിബിൾ ഐസിങ് ബാഗ് ഇറക്കി വെച്ചിട്ട് ആണ് നമ്മൾ ഇതിലേക്ക് ബാറ്റർ ഒഴിക്കണം. നമുക്ക് മോൾഡിലേക്ക് ഒഴിക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ ബാറ്റർ നമുക്ക് അതുപോലെ ഒരു ഡിസ്പോസിബിൾ ഐസിങ് ബാഗിലേക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, അതിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോഴൊക്കെ ഓവൺ അവിടെ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. വലിയ ഗ്ലാസ് നോക്കിയിട്ട് എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പുറത്തേക്ക് പോയി പോവും.
ഓക്കെ, ഇനി അത് നമുക്ക് നമ്മുടെ ബാറ്റർ ഡിസ്പോസിബിൾ ഐസിംഗ് ബാഗിൽ റെഡിയാക്കി വെക്കാം. യെസ്, നമ്മുടെ റെഡ് വെൽവെറ്റ് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ താഴ്ത്തി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കപ്പ് കേക്കിൻ്റെ മോൾഡ് എടുക്കാം. ഓക്കെ, ഇതുപോലത്തെ മോൾഡ് നമ്മളിപ്പോൾ വാനിലയും ചോക്ലേറ്റ് ഒക്കെ ചെയ്ത സെയിം മോൾഡ് തന്നെയാണ്. ഓക്കെ, അതിൽ ഇതുപോലത്തെ പേപ്പറിൻ്റെ കപ്പ് കേക്ക് മോൾഡ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ റെഡ് വെൽവെറ്റിൻ്റെ ഐസിംഗ് ബാഗിൻ്റെ തുമ്പ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം. എന്നിട്ട് ഈ മോൾഡിലേക്കൊക്കെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കും. ഹാഫോ അല്ലെങ്കിൽ 3/4 എന്ന് വെച്ചാൽ 3/4 ആയിട്ട് ഒഴിക്കണം. വീണ്ടും പറയുകയാണെങ്കിൽ ഡിസ്പോസിബിൾ ഐസിംഗ് ബാഗിൽ ആക്കിയാലും കൂടുതൽ ചെറുത്തിന് നമുക്ക് ഓരോ മോളിലേക്ക് ഒഴിക്കാൻ പറ്റും. സ്പൂണ് സ്പാച്ചില എല്ലാം നമ്മൾ ഒഴിക്കണം. മോളിലെ തുമ്പിലൂടെ ഒഴിക്കുമ്പോൾ എത്ര ആയാലും നീറ്റ് നമുക്ക് ഫീൽ ചെയ്യാം. ഒഴിച്ചായിട്ട് നമുക്ക് കറക്റ്റ് ഓരോ മോളിലേക്കും കറക്റ്റായിട്ട് ഓരോ വഴിയിലെ ഓരോ കാര്യം പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക്. ഓക്കെ, ഇനി നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇതാ ഇവിടെ നമ്മുടെ റെഡ് വെൽവെറ്റ് കപ്പ് കേക്ക്സ് റെഡി ആയിട്ടുണ്ട്. ഓവനിൽ ഒരു 15 മിനിറ്റ് ആവുന്നതിന് കുറച്ച് മുന്നായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കപ്പ് കേക്ക്സും റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് എന്ത് ചെയ്യണം, ഫ്രോസ്റ്റിംഗ് ചെയ്യണം. കണ്ടില്ലേ, നമ്മുടെ കപ്പ് കേക്ക്സ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ റൗണ്ട് നോസിലാണ് എടുത്തിട്ടുള്ളത്. റൗണ്ട് നോസിലേറ്റും ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഐഡിയ പോലെ നിങ്ങൾക്ക് ചെയ്യാം. മുകളിൽ എങ്ങനെ വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു കുറച്ചൊരു വെറൈറ്റി ആയിട്ട് ഈ നോസിലേറ്റ് ജസ്റ്റ് ഒന്ന് സാധാ ചെയ്യുമ്പോൾ തന്നെ സെയിം ഒരു ഡെക്കറേഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നമുക്ക് ഇത് നമ്മൾ റെഡ് വെൽവെറ്റിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പൊടിച്ചതാണ്. ഓക്കെ, അത് ഇതുപോലെ മുകളിൽ നിന്നിട്ട് നമ്മൾ റെഡ് വെൽവെറ്റ് കപ്പ് കേക്കാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമുക്ക് വൈറ്റ് ഫോറസ്റ്റ് വാനിലയുടെ വേണമെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് ഇടാം. ചോക്ലേറ്റ് കപ്പ് കേക്കിൽ വേണമെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ ഇതുപോലെ നമുക്ക് മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഓക്കെ, അപ്പോൾ നമ്മൾ റെഡ് വെൽവെറ്റ് കപ്പ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്.